ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ. ഇന്ന് നിങ്ങൾ ഈ വീഡിയോ തുറന്നത് യാദൃച്ഛികമല്ല. ഇത് ഒരു യോഗമാണ്. ഇത് ഒരു സൂചനയാണ്. ആകാശത്തിലെ നക്ഷത്രങ്ങൾ നിങ്ങൾക്കായി ഒരു സന്ദേശം അയച്ചിരിക്കുകയാണ്. ആ സന്ദേശം കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? കാരണം അടുത്ത 15 ദിവസങ്ങൾ മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ തിരിവ് കൊണ്ടുവരാൻ പോകുന്നു. ഇത് ഞാൻ ഊഹത്തിൽ പറയുന്നതല്ല. ഗ്രഹങ്ങൾ സംസാരിക്കുകയാണ്. നക്ഷത്രങ്ങൾ ചലിക്കുകയാണ്. ആ ചലനത്തിന്റെ ശക്തി ഇപ്പോൾ നേരിട്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകുകയാണ്. മിഥുനം രാശിക്കാരെ ശ്രദ്ധിക്കൂ. ഈ നേരം ഒരു സാധാരണ നേരമല്ല. ഈ ഘട്ടം ഒരു സാധാരണ ഘട്ടമല്ല. 150 ആണ്ടുകൾക്ക് ശേഷം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഗ്രഹസംയോഗം ഇപ്പോൾ ആകാശത്ത് രൂപപ്പെടുകയാണ്. ഈ ശക്തി നിങ്ങളുടെ ജീവിതത്തെ ഉള്ളിൽ നിന്ന് മാറ്റിമറിക്കും. ചിലർക്ക് ഇത് അനുഗ്രഹമായി വരും. ചിലർക്ക് ഇത് ഒരു വലിയ പരീക്ഷണമായി വരും. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്. ഈ 15 ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ ഒരു പുതിയ ആളായി മാറിയിരിക്കും. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നിങ്ങൾക്ക് ഉള്ളിൽ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ? ഉറക്കം ശരിയാകുന്നില്ലേ? മനസ്സ് എവിടെയോ പോകുന്ന അനുഭവമുണ്ടോ? ഏതോ ഒരു കാര്യം നടക്കാൻ പോകുന്നു എന്ന ഒരു ആന്തരിക ശബ്ദം കേൾക്കുന്നുണ്ടോ? അതെ, ആ അനുഭവം ശരിയാണ്. ആ ആന്തരിക ശബ്ദം നുണ പറയുന്നില്ല. കാരണം ഗ്രഹങ്ങൾ ചലിക്കുമ്പോൾ ആദ്യം അറിയുന്നത് നമ്മുടെ ആത്മാവാണ്. ബുദ്ധി അറിയുന്നതിനു മുൻപ് ആത്മാവ് അറിഞ്ഞുകഴിഞ്ഞിരിക്കും. അതാണ് ആ അനുഭവം. ഇപ്പോൾ ആകാശത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരട്ടെ. ഗുരു ഭഗവാൻ, ദേവഗുരു, ജ്ഞാനത്തിന്റെ ഗ്രഹം, ഇപ്പോൾ ഒരു വളരെ ശക്തിയേറിയ സ്ഥാനത്ത് നിൽക്കുകയാണ്. ഗുരുവിന്റെ ഈ പേർച്ചി മിഥുനം രാശിക്കാരുടെ ജീവിതത്തിൽ ഒരു വലിയ വെളിച്ചം കൊണ്ടുവരും. ഇരുട്ടിൽ ഒരു വലിയ ദീപം കത്തിക്കുന്നതുപോലെ ഗുരുവിന്റെ ഈ ചലനം നിങ്ങളുടെ ജീവിതത്തിലെ അജ്ഞതയെ നീക്കി ജ്ഞാനം നൽകും. അതുമാത്രമല്ല, ഗുരു ഭഗവാന്റെ ദൃഷ്ടി ഇപ്പോൾ നിങ്ങളുടെ ഭാഗ്യസ്ഥാനത്തിലേക്ക് നേരിട്ട് പതിക്കുകയാണ്. ഇത് ചെറിയ കാര്യമല്ല. ഇത് ഒരു വലിയ അനുഗ്രഹമാണ്. എന്നാൽ ഇതോടൊപ്പം ശനി ഭഗവാനും ചലിക്കുകയാണ്. ശനി കർമ്മഗ്രഹം, ന്യായത്തിന്റെ ദേവൻ. ഇദ്ദേഹം ഒരിക്കലും വേഗത്തിൽ പ്രവർത്തിക്കില്ല. ശനി ഭഗവാൻ നിങ്ങളുടെ കർമ്മം നോക്കുകയാണ്. നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യങ്ങൾ, ചെയ്ത കഷ്ടപ്പാടുകൾ, ഒഴുക്കിയ കണ്ണീർ, ഉള്ളിൽ വഹിച്ച വേദനകൾ, ഇതെല്ലാം ശനി ഭഗവാൻ കണക്ക് നോക്കി വിലയിരുത്തുകയാണ്. ഈ ഘട്ടത്തിൽ ശനിയുടെ ഗതി മിഥുനം രാശിക്കാർക്ക് ഒരു വലിയ കർമ്മ ഫലം നൽകാൻ ഒരുങ്ങുകയാണ്. നിങ്ങൾ ചെയ്ത കഷ്ടപ്പാടിന് ഫലം ലഭിക്കുന്ന സമയം ആഗതമാകുകയാണ്. ഇനി രാഹുവിനെ കുറിച്ച് പറയണം. രാഹു ഛായാഗ്രഹം, ആഗ്രഹങ്ങളുടെ ഗ്രഹം, ഭൗതിക ആഗ്രഹങ്ങളെ ജ്വലിപ്പിക്കുന്ന ഒരു ദിവ്യശക്തി. രാഹുവിന്റെ ഇപ്പോഴത്തെ സ്ഥാനം മിഥുനം രാശിക്കാരുടെ ഭൗതിക ജീവിതത്തിൽ ഒരു വലിയ ഇളക്കമുണ്ടാക്കും. ചിലർക്ക് പ്രതീക്ഷിക്കാത്ത ദിശകളിൽ നിന്ന് അവസരങ്ങൾ വരും. ചിലർക്ക് ജീവിതം പൂർണ്ണമായും മാറുന്ന ഒരു തീരുമാനം എടുക്കേണ്ടി വരും. ഈ തീരുമാനം ഒരു ഭ്രമം പോലെ തോന്നും, പക്ഷേ അതിൽ ഒരു ദൈവഹിതം ഉണ്ട് എന്ന് ഓർക്കൂ. കേതു ഭഗവാൻ ഇതോടൊപ്പം ആത്മീയ ചിന്തകളെ ഉണർത്തുകയാണ്. പഴയ കാര്യങ്ങൾ വിട്ടുകളഞ്ഞ് പുതിയ ആരംഭത്തിലേക്ക് നടക്കാൻ കേതു നിങ്ങളെ ക്ഷണിക്കുകയാണ്. ഇനി ഗ്രഹദശ-കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. മിഥുനം രാശിക്കാരിൽ പലർക്കും ഈ ഘട്ടത്തിൽ ഗ്രഹദശ ഒരു സന്ധിയിൽ നിൽക്കുകയാണ്. ഒരു ദശ അവസാനിക്കുകയോ ഒരു പുതിയ ദശ ആരംഭിക്കുകയോ ചെയ്യുന്ന ഘട്ടം. ഈ സന്ധി നേരം ഒരേ സമയം ഭയവും ഉത്സാഹവും ഉണ്ടാക്കും. പഴയ ജീവിതം പോകുന്ന ദുഃഖവും പുതിയ ജീവിതം വരുന്ന ആഹ്ലാദവും ഒരേ നേരം അനുഭവിക്കും. ഇതാണ് ഈ ഘട്ടത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗ്രഹസഞ്ചാരം ഇപ്പോൾ ഒരു ഒഴുക്കുള്ള നദി പോലെ ഒരു ദിശയിൽ ശക്തിയോടെ ഒഴുകുകയാണ്. ആ ഒഴുക്കിൽ നിങ്ങൾ ഒന്ന് ചാടിക്കേറിയാൽ ആ നദി നിങ്ങളെ ഒരു ഭവ്യമായ തീരത്ത് കൊണ്ടെത്തിക്കും. ഈ ഗ്രഹചലനങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ ഒരു അത്ഭുതകരമായ ഊർജം ഉണ്ടാകുന്നു. ആ ഊർജത്തിന്റെ ആദ്യ അലകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെടാൻ തുടങ്ങിയിരിക്കും. ഒരു ചെറിയ അലച്ചിൽ, ഒരു ഉൾമിടിപ്പ്, ഒരു അജ്ഞാത ഭ്രമം, ഇതെല്ലാം ആ ഊർജത്തിന്റെ ആദ്യ സ്പർശനങ്ങളാണ്. ഇനി വരുന്ന ദിവസങ്ങൾ ഈ ഊർജം നിറഞ്ഞ് കവിഞ്ഞൊഴുകും. മിഥുനം രാശിക്കാർ ഈ ഊർജം ഉപയോഗിക്കണം. ഈ ഊർജം ദുർവഴിക്ക് ഒഴുകാൻ അനുവദിക്കരുത്. ഇതാണ് ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് ഞാൻ ആദ്യം നൽകുന്ന ഉപദേശം. നിങ്ങൾ ഇതുവരെ ജീവിതത്തിൽ ഒരുപാട് കാത്തിരുന്നിട്ടുണ്ടല്ലോ, ഒരുപാട് കരഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് ക്ഷമിച്ചിട്ടുണ്ടല്ലോ, ഒരുപാട് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ. ഇനിയും കാത്തിരിക്കേണ്ടി വരുമോ എന്ന ഉള്ളിൽ ഒരു ചോദ്യം ഉണ്ടല്ലോ. ആ ചോദ്യത്തിന് ഉത്തരം ഇതാ: ഇല്ല. ഇനി അധിക നാൾ കാത്തിരിക്കേണ്ടി വരില്ല. ഈ നേരം, ഈ ഘട്ടം ഒരു പുതിയ ആരംഭത്തിന്റെ ദ്വാരം തുറക്കുകയാണ്. ആ ദ്വാരം തുറന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഊഹിക്കാത്ത കാര്യങ്ങൾ ഒന്നൊന്നായി സംഭവിക്കാൻ തുടങ്ങും. ഇനി ഞാൻ നിങ്ങളോട് ഒരു രഹസ്യം പറയട്ടെ. ഈ 15 ദിവസങ്ങളിൽ, അടുത്ത 7 ദിവസങ്ങളിൽ തന്നെ ഒരു അത്ഭുതകരമായ കാര്യം നടക്കാൻ പോകുന്നു. ഒരു ആൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ആൾ ആരായിരിക്കും? ആ ആൾ എന്തു കൊണ്ടുവരും? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം ഈ വീഡിയോ കാണുന്ന ഓരോ നിമിഷവും നിങ്ങൾക്ക് ലഭിക്കും. അടുത്ത 7 ദിവസത്തിൽ ഒരു അപ്രതീക്ഷിത കണ്ടുമുട്ടൽ ഉണ്ടാകും. ഒരു അപ്രതീക്ഷിത വർത്തമാനം ഉണ്ടാകും. ഒരു അപ്രതീക്ഷിത മാറ്റം ഉണ്ടാകും. ഈ 3 കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോൾ നിങ്ങൾ ഒരു നിമിഷം ഞെട്ടും.
ആ ഞെട്ടൽ ഒരു ഭ്രമമാണ്, ഒരു ദൈവചിഹ്നമാണ്, ഒരു ആരംഭ ശംഖനാദമാണ്. മിഥുനം രാശിക്കാരെ, ഞാൻ പറഞ്ഞ ആ 3 കാര്യങ്ങൾ ഓർക്കുന്നുണ്ടോ? ആ അപ്രതീക്ഷിത കണ്ടുമുട്ടൽ, ആ അപ്രതീക്ഷിത വർത്തമാനം, ആ അപ്രതീക്ഷിത മാറ്റം. ഇത് മൂന്നും ഒരുമിച്ച് വരുന്ന ആ നേരം, ആ ഒരൊറ്റ നേരം നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിവ് ആകും. ആ തിരിവ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ആ നേരത്തെക്കുറിച്ച് ഒരു ആഴമായ നന്ദി തോന്നും. ഇപ്പോൾ ഭ്രമം തോന്നുന്ന ആ ഒരൊറ്റ നിമിഷം ഭാവിയിൽ ഒരു അനുഗ്രഹമായി തോന്നും. ഇതാണ് ഗ്രഹശക്തിയുടെ ആഴം. ഇനി ഞാൻ ആദ്യ ഘട്ടത്തെക്കുറിച്ച് പറയട്ടെ. മുതൽ ഘട്ടം ഇതാണ്. അടുത്ത 7 ദിവസത്തിൽ ഒരു അപരിചിതനോ അടുത്ത ആളോ നിങ്ങളെ ഒരു കാര്യത്തിൽ ക്ഷണിക്കും. ഈ ക്ഷണം ആദ്യം ചെറിയതായി തോന്നും. ഒരു ചെറിയ കൂടിക്കാഴ്ച, ഒരു ചെറിയ ആലോചന, ഒരു ചെറിയ സഹകരണം. പക്ഷേ ഈ ചെറിയ ക്ഷണം ഒരു വലിയ വഴിയുടെ ആദ്യ ചുവടടിയാണ്. ഇത് നിരസിക്കരുത്. ഇത് അലക്ഷ്യമായി കാണരുത്. കാരണം ഈ ക്ഷണം ഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഒരുക്കിയ ഒരു ദൈവ സന്ദേശമാണ്. ഈ ക്ഷണം സ്വീകരിക്കൂ. ആ ദ്വാരത്തിലൂടെ ഒന്ന് നടന്നു നോക്കൂ. ആ വഴി നിങ്ങളെ എവിടെ കൊണ്ടുപോകുന്നു എന്ന് നോക്കൂ. ഇനി ഞാൻ രണ്ടാം ഘട്ടത്തെക്കുറിച്ച് പറയട്ടെ. ഈ 7 ദിവസത്തിനും 14 ദിവസത്തിനും ഇടയിൽ ഒരു വളരെ ശക്തിയുള്ള സംഭവം ഉണ്ടാകും. ഇത് ഒരു വലിയ വർത്തമാനം ആകാം. ഇത് ഒരു വലിയ തീരുമാനം ആകാം. ഇത് ഒരു വലിയ തിരിച്ചറിവ് ആകാം. ഇപ്പോൾ ജീവിതത്തിൽ ഒരു ചോദ്യമുണ്ടല്ലോ, ഒരു കുഴഞ്ഞ ചോദ്യം, ഒരു ഉത്തരം കിട്ടാത്ത ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഈ ഘട്ടത്തിൽ ലഭിക്കും. ആ ഉത്തരം ചിലർക്ക് ആഹ്ലാദം ഉണ്ടാക്കും, ചിലർക്ക് ഒരു നിമിഷം ദുഃഖം ഉണ്ടാക്കും. പക്ഷേ ദുഃഖം ഉണ്ടായാലും ആ ദുഃഖം ഒരു ശുദ്ധീകരണമാണ്. ആ ദുഃഖം കഴിഞ്ഞ് ഒരു വലിയ ആശ്വാസം വരും. ഇനി ഞാൻ മൂന്നാം ഘട്ടത്തെക്കുറിച്ച് പറയട്ടെ. ഇത് ഏറ്റവും ശക്തിയുള്ള ഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ഒരു അപ്രതീക്ഷിത ആൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ സ്ഥാനം ഏൽക്കും. ഈ ആൾ ഒരു പുതിയ ആൾ ആകാം. ഈ ആൾ ഒരു പഴയ ആൾ ആകാം. ചിലർക്ക് ഒരു ബന്ധം ഉറയ്ക്കും, ചിലർക്ക് ഒരു ബന്ധം ആഴം കൂടും, ചിലർക്ക് ഒരു ബന്ധം ഒരു നൂതനമായ രൂപത്തിൽ തിരിച്ചുവരും. ഈ മൂന്നാം ഘട്ടമാണ് ഈ 15 ദിവസങ്ങളിൽ ഏറ്റവും ആഴം ഉള്ളത്. ഈ ഘട്ടം കഴിഞ്ഞ് നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് അല്ല എന്ന് അനുഭവിക്കും. ഇനി ഉദ്യോഗത്തെക്കുറിച്ച് സംസാരിക്കാം. ജോലി ചെയ്യുന്ന മിഥുനം രാശിക്കാർ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കൂ. ഗുരുവിന്റെ ദൃഷ്ടി നിങ്ങളുടെ ഉദ്യോഗസ്ഥാനത്ത് പതിക്കുകയാണ്. ഇതൊരു ചെറിയ കാര്യമല്ല. ഗുരുവിന്റെ ദൃഷ്ടി ഉദ്യോഗസ്ഥാനത്ത് പതിക്കുമ്പോൾ ഒരു ഉയർച്ച വരും, ഒരു അംഗീകാരം വരും, ഒരു അവസരം വരും. ഇത് ഇന്ന് ആകണം എന്നില്ല, നാളെ ആകണം എന്നില്ല. ഈ ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു നേരം ഇത് നടക്കും. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നിങ്ങളെ ശ്രദ്ധിക്കും. ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നിങ്ങളുടെ പ്രവൃത്തി കണ്ട് അഭിനന്ദിക്കും. ഈ അഭിനന്ദനം ഒരു വലിയ കാര്യത്തിന്റെ ആദ്യ ചിഹ്നമാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ജോലിയിൽ ഒരു ക്ഷീണം അനുഭവിക്കുന്നുണ്ടോ? ആരും അംഗീകരിക്കുന്നില്ല എന്ന ഒരു വേദന ഉണ്ടോ? ഞാൻ ചെയ്യുന്ന കഷ്ടപ്പാട് ആർക്കും കാണാൻ കഴിയുന്നില്ല എന്ന ഒരു നൈരാശ്യമുണ്ടോ? ആ നൈരാശ്യം ഇനി ഉണ്ടാകില്ല. ഈ ഘട്ടത്തിൽ ആ കഷ്ടപ്പാടിന്റെ ഫലം ലഭിക്കാൻ ആരംഭിക്കും. ശനി ഭഗവാൻ കർമ്മ ഫലം നൽകുമ്പോൾ ആദ്യം ലഭിക്കുന്നത് അംഗീകാരമാണ്. ആ അംഗീകാരം ഒരു ചെറിയ അഭിനന്ദനം ആകാം, ഒരു ചെറിയ ഉയർച്ച ആകാം, ഒരു ചെറിയ ആനുകൂല്യം ആകാം. പക്ഷേ ഈ ചെറിയ ആദ്യ അംഗീകാരം ഒരു വലിയ ഉയർച്ചയുടെ ആദ്യ ചുവടടിയാണ്. ഇനി ബിസിനസ് ചെയ്യുന്ന മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടം നിങ്ങൾക്ക് ഒരു വലിയ അവസരം കൊണ്ടുവരും. ഒരു പുതിയ ഉടമ്പടി, ഒരു പുതിയ ഇടപാട്, ഒരു പുതിയ പങ്കാളിത്തം, ഇവയിൽ ഏതെങ്കിലും ഒന്ന് ഈ ഘട്ടത്തിൽ സംഭവിക്കും. ഗ്രഹശക്തി ഇപ്പോൾ നിങ്ങളുടെ ബിസിനസ് സ്ഥാനത്ത് ഒഴുകുകയാണ്. ആ ഒഴുക്ക് ഉപയോഗിക്കൂ. ഒരു ഉടമ്പടി ആലോചനയിൽ ഇരിക്കുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ ആ ഉടമ്പടി ഉറപ്പിക്കൂ. ഒരു പദ്ധതി ആലോചനയിൽ ഇരിക്കുന്നെങ്കിൽ ഈ ഘട്ടത്തിൽ ആ പദ്ധതി ആരംഭിക്കൂ. ഇത് ഒരു ശുഭനേരമാണ്. ഈ ശുഭനേരം ഉപയോഗിക്കാതെ വിട്ടുകളഞ്ഞാൽ ആ നഷ്ടം നിങ്ങൾ ഓർക്കും. ഇനി സാമ്പത്തിക കാര്യങ്ങൾ കുറിച്ച് സംസാരിക്കാം. ഈ ഘട്ടത്തിൽ ഒരു അപ്രതീക്ഷിത ധനവരവ് ഉണ്ടാകും. ഒരു ചെറിയ ഉറവിടത്തിൽ നിന്ന് ഒരു ചെറിയ ധനം ഒഴുകിവരും. ഇത് ഒരു ലോണിന്റെ തിരിച്ചടവ് ആകാം. ഇത് ഒരു ചെറിയ ബോണസ് ആകാം. ഇത് ഒരു ചെറിയ ലഭ്യം ആകാം. ഇത് ഒരു ഓർക്കാതെ ഇരുന്ന ഒരു ആദായം ആകാം. ചിലർക്ക് ഒരു പഴയ കടം തിരിച്ചു കിട്ടും. ചിലർക്ക് ഒരു ഓഹരി ലഭ്യം ഉണ്ടാകും. ചിലർക്ക് ഒരു ഭൂസ്വത്ത് സംബന്ധമായ ഒരു ഗുണം ഉണ്ടാകും. ഈ ധനവരവ് ഒരു ചെറിയ ആരംഭമാണ്. ഇനി ഈ ആദായം ക്രമേണ വർദ്ധിക്കും. പക്ഷേ ഒരു കാര്യം ഓർക്കൂ. ഈ ധനം ലഭിക്കുമ്പോൾ ഉടൻ ചെലവഴിക്കരുത്. ഈ ധനം ഒരു ബന്ധം ഉറയ്ക്കാൻ ഉപയോഗിക്കരുത്. ഈ ധനം ഒരു ആഡംബരത്തിന് ഉപയോഗിക്കരുത്. ഈ ധനം ഒരു ചെറിയ നിക്ഷേപം ആക്കൂ. ഒരു ചെറിയ സ്വർണം ആക്കൂ. ഒരു ചെറിയ സഞ്ചയം ആക്കൂ. ശനി ഭഗവാൻ ഇഷ്ടപ്പെടുന്നത് ഈ ക്രമമാണ്. ക്രമജീവിതം, ക്രമച്ചെലവ്, ക്രമസഞ്ചയം. ഈ ക്രമം പാലിക്കുന്ന മിഥുനം രാശിക്കാർക്ക് ഈ ഘട്ടം ഒരു ശാശ്വത സമ്പന്നതയുടെ ആരംഭം ആകും. ഇനി ഒരു സൂക്ഷ്മ കാര്യം പറയട്ടെ. ഈ ഘട്ടത്തിൽ ഒരു വളരെ അടുത്ത ആൾ നിങ്ങളോട് ഒരു കള്ളം പറഞ്ഞേക്കാം. ഒരു വളരെ വിശ്വസ്ത ആൾ നിങ്ങൾക്ക് ഒരു ദ്രോഹം ചെയ്തേക്കാം. ഇത് ഒരു ചെറിയ ദ്രോഹം ആകാം, ഒരു വലിയ ദ്രോഹം ആകാം. പക്ഷേ ഈ ദ്രോഹം ഒരു ദൈവചിഹ്നമാണ്. ആ ദ്രോഹം നടക്കുമ്പോൾ
ആ ദ്രോഹം ചെയ്ത ആൾ ആരാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയും. ആ ആൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥാനം ഇല്ല എന്ന് ഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണിച്ചുതരും. ഈ തിരിച്ചറിവ് ആദ്യം ഒരു വേദന ആകും. ആ വേദന കഴിഞ്ഞ് ഒരു മോചനം ഉണ്ടാകും. ആ മോചനം ഒരു ആശ്വാസം ആകും. മിഥുനം രാശിക്കാരെ, ഈ ഘട്ടത്തിൽ ആരെ വിശ്വസിക്കണം, ആരെ വിശ്വസിക്കരുത് എന്ന് ഒരു ആന്തരിക ശബ്ദം നിങ്ങൾക്ക് പറഞ്ഞുതരും. ആ ആന്തരിക ശബ്ദം ശ്രദ്ധിക്കൂ. ആ ശബ്ദം ഗ്രഹങ്ങളുടെ ശബ്ദമാണ്. ആ ശബ്ദം ദൈവത്തിന്റെ ശബ്ദമാണ്. ബുദ്ധി ഒരു കാര്യം പറഞ്ഞാലും ഉള്ളം മറ്റൊരു കാര്യം പറഞ്ഞാൽ ഉള്ളം പറഞ്ഞ കാര്യം ശ്രദ്ധിക്കൂ. ഉള്ളത്തിൽ ഒരു ഭ്രമം ഉണ്ടാകും. ആ ഭ്രമം ഒരു ദൈവ സൂചനയാണ്. ആ സൂചന ഒരിക്കലും അലക്ഷ്യ ആക്കരുത്. ഇനി ഞാൻ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയണം. ഈ ഘട്ടത്തിൽ ഒരു പഴയ ബന്ധം, ഒരു കഴിഞ്ഞ കാലത്ത് മുറിഞ്ഞ ബന്ധം, ഒരു കഴിഞ്ഞ കാലത്ത് തെറ്റിദ്ധരിച്ച ബന്ധം, ആ ബന്ധം ഒരിക്കൽ കൂടി ഒരു സ്ഥലത്ത് നിന്ന് ഒരു സൂചന ആകും. ഒരു ഫോൺ വിളി ആകാം, ഒരു സന്ദേശം ആകാം, ഒരു കൂടിക്കാഴ്ച ആകാം. ഈ സൂചന ലഭിക്കുമ്പോൾ ഒരു ഹൃദയഭ്രമം ഉണ്ടാകും. ആ ഭ്രമം ശ്രദ്ധിക്കൂ. ആ ബന്ധം ഒരിക്കൽ കൂടി ഒരു ശുഭരൂപം ഏൽക്കണോ അതോ ആ ബന്ധം അവിടെ വിടണോ എന്ന് ഉള്ളം തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരും. ഇനി കുടുംബകാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഈ ഘട്ടത്തിൽ കുടുംബത്തിൽ ഒരു ചെറിയ ആശ്വാസം ഉണ്ടാകും. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കുടുംബത്തിൽ ഒരു ചെറിയ അസ്വസ്ഥത ഉണ്ടായിരുന്നോ? ഒരു ചെറിയ തർക്കമുണ്ടായിരുന്നോ? ഒരു ചെറിയ ദൂരമുണ്ടായിരുന്നോ? ആ ദൂരം ഈ ഘട്ടത്തിൽ കുറയും. ആ തർക്കം ഈ ഘട്ടത്തിൽ ഒരു ഒത്തുതീർപ്പ് ഏൽക്കും. ഒരു കുടുംബ അംഗം നിങ്ങളിലേക്ക് ഒരു ചുവട് അടുക്കും. ഒരു ചെറിയ ആലിംഗനം, ഒരു ചെറിയ ക്ഷമ, ഒരു ചെറിയ ആശ്വാസവചനം, ഇവ ഈ ഘട്ടത്തിൽ കുടുംബ ബന്ധം ഒന്ന് ഊഷ്മളം ആക്കും. കുടുംബ ബന്ധം ഊഷ്മളം ആകുന്ന ഈ ഘട്ടത്തിൽ പ്രണയകാര്യങ്ങളിലും ഒരു വലിയ മാറ്റമുണ്ടാകും. പ്രണയത്തിൽ ഇരിക്കുന്ന മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടം നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ഒരു വലിയ തിരിവ് കൊണ്ടുവരും. ഒരു ദൂരം ഉണ്ടെങ്കിൽ ആ ദൂരം കുറയും. ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ തെളിയും. ഒരു നിശബ്ദത ഉണ്ടെങ്കിൽ ആ നിശബ്ദത മുറിയും. ഗുരുവിന്റെ ദൃഷ്ടി ഈ ഘട്ടത്തിൽ നിങ്ങളുടെ 7ാം ഭാവത്തിൽ പതിക്കുകയാണ്. 7ാം ഭാവം ബന്ധങ്ങളുടെ ഭാവമാണ്. ജീവിത പങ്കാളിയുടെ ഭാവമാണ്. ഈ ഭാവത്തിൽ ഗുരുവിന്റെ ദൃഷ്ടി പതിക്കുമ്പോൾ ബന്ധങ്ങൾ ഒരു പുതിയ ആഴം കൈക്കൊള്ളും. വിവാഹം ആഗ്രഹിക്കുന്ന മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടം ഒരു വലിയ അനുഗ്രഹം കൊണ്ടുവരാൻ പോകുന്നു. കഴിഞ്ഞ കുറേ നാളായി വിവാഹകാര്യത്തിൽ ഒരു തടസ്സം ഉണ്ടായിരുന്നോ? ഒരു ആലോചന ഉറയ്ക്കാതെ പോയോ? ഒരു സംസാരം നടക്കാതെ പോയോ? ആ തടസ്സം ഈ ഘട്ടത്തിൽ ഒഴിഞ്ഞുമാറും. ഒരു ആലോചന ഉറയ്ക്കും. ഒരു ബന്ധം ഒരു ശുഭതലത്തിലേക്ക് നീങ്ങും. ചിലർക്ക് ഒരു വിവാഹ തീയതി ഉറപ്പിക്കും. ചിലർക്ക് ഒരു വിവാഹ ആലോചന ഒരു ഉറച്ച രൂപം ഏൽക്കും. ഈ ഘട്ടം ഒരു ഉറച്ച ബന്ധത്തിന്റെ, ഒരു ശാശ്വത ബന്ധത്തിന്റെ ആദ്യ ചുവടടിയാണ്. ഇനി ആരോഗ്യകാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഈ ഘട്ടത്തിൽ ആരോഗ്യകാര്യങ്ങളിൽ ഒരു ജാഗ്രത ആവശ്യമാണ്. ശ്വസന സംബന്ധമായ ചെറിയ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം. ചർമ്മ സംബന്ധമായ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഉറക്കമില്ലായ്മ, ക്ഷീണം, ഒരു ചെറിയ ദേഹവേദന, ഇവ ഈ ഘട്ടത്തിൽ അനുഭവപ്പെടാം. ഇത് ഭ്രമിക്കേണ്ട കാര്യം ഒന്നും അല്ല. ഇത് ഗ്രഹചലനത്തിന്റെ ഒരു ചെറിയ ആഘോഷമാണ്. ശരീരം ഒരു പുതിയ ഊർജം ഏൽക്കാൻ ഒരുങ്ങുകയാണ്. ആ ഒരുക്കത്തിൽ ഒരു ചെറിയ ക്ഷീണം സ്വാഭാവികമാണ്. വെള്ളം കൂടുതൽ കുടിക്കൂ. ഉറക്കം ശ്രദ്ധിക്കൂ. ആഹാരം ക്രമം ആക്കൂ. ഈ ചെറിയ ശ്രദ്ധ ആരോഗ്യം കാക്കും. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കൂ. ഈ ഘട്ടത്തിൽ മനസ്സിന്റെ ആരോഗ്യം ഒരു പ്രധാന കാര്യമാണ്. ചിന്തകൾ ഒരു ഭ്രാന്ത് പോലെ ഓടും. ഒരു ചിന്ത പൂർത്തിയാകും മുൻപ് മറ്റൊരു ചിന്ത വരും. ഒരു ഉത്കണ്ഠ ഒഴിയും മുൻപ് മറ്റൊരു ഉത്കണ്ഠ വരും. ഈ ചിന്താഭ്രമം ഈ ഘട്ടത്തിൽ ഒരു സ്വാഭാവിക അനുഭവമാണ്. ഇത് ഗ്രഹചലനത്തിന്റെ ഒരു ഭാഗമാണ്. ഇതിനെ ഭ്രമിക്കരുത്. ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയി ഒരു ഒഴിഞ്ഞ നേരത്ത് ഇരുന്ന് ആ ഭ്രമം ഒന്ന് ശ്വസിച്ച് അനുഭവിക്കൂ. ആ ഭ്രമം ഒഴിഞ്ഞ് ഒരു ആഴ്ചയ്ക്കുള്ളിൽ ഒരു ആശ്വാസം ഉണ്ടാകും. ഇനി വിദ്യാഭ്യാസ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. പഠിക്കുന്ന മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഈ ഘട്ടം നിങ്ങളുടെ ബൗദ്ധിക ശക്തി ഒരു പുതിയ ഉയരത്തിൽ കൊണ്ടുപോകും. ഗുരുവിന്റെ ദൃഷ്ടി ബൗദ്ധിക കാര്യങ്ങളിൽ ഒരു തെളിച്ചം ഉണ്ടാക്കും. ഒരു വിഷയം മനസ്സിലാകാതെ ഇരുന്നാൽ ഈ ഘട്ടത്തിൽ ആ വിഷയം ഒരു തെളിവ് ആകും. ഒരു ഗുരു, ഒരു അധ്യാപകൻ, ഒരു ജ്യേഷ്ഠൻ, ഒരു മൂത്ത ആൾ, ഇവരിൽ ആരെങ്കിലും ഒരു ശരിയായ ഉപദേശം നൽകും. ആ ഉപദേശം ശ്രദ്ധിക്കൂ. ആ ഉപദേശം ഒരു ഭ്രമമുണ്ടാക്കും. ആ ഭ്രമം ഒരു ദൈവചിഹ്നമാണ്. ആ ഉപദേശം നിങ്ങളുടെ ഭാവി ജീവിതം മാറ്റും. ഉപരിപഠനം ആഗ്രഹിക്കുന്ന മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കൂ. ഒരു ഉപരിപഠന അവസരം ഈ ഘട്ടത്തിൽ ഉണ്ടാകും. ഒരു പ്രവേശന പരീക്ഷ ഒരു ശുഭഫലം ഉണ്ടാക്കും. ഒരു അപേക്ഷ ഒരു ശുഭഫലം ഉണ്ടാക്കും. ഒരു ശിഷ്യവൃത്തി, ഒരു ഗവേഷണ അവസരം, ഒരു ഉപരി ക്ലാസ്, ഇവ ഈ ഘട്ടത്തിൽ ലഭ്യം ആകും. ഈ അവസരം ഒരു ജ്ഞാനദ്വാരമാണ്. ആ ദ്വാരം തുറക്കപ്പെടും. ആ ദ്വാരത്തിലൂടെ ഒന്ന് കടന്നു ചെല്ലൂ. ആ ജ്ഞാനം നിങ്ങളുടെ ഭാവി ജീവിതം ഒരു ഉന്നതമായ ദിശയിൽ കൊണ്ടുപോകും. ഇനി വിദേശ കാര്യങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. വിദേശ ജോലി ആഗ്രഹിക്കുന്ന, വിദേശ വിദ്യാഭ്യാസം ആഗ്രഹിക്കുന്ന, വിദേശ ജീവിതം ആഗ്രഹിക്കുന്ന മിഥുനം രാശിക്കാർ ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കൂ. ഒരു വിദേശ ദ്വാരം തുറക്കപ്പെടാൻ പോകുകയാണ്.
ഒരു വിദേശ ബന്ധം ഉണ്ടാകും. ഒരു വിദേശ ഉദ്യോഗക്ഷണം ഉണ്ടാകാം. ഒരു വിദേശ സ്ഥാപനത്തിൽ നിന്ന് ഒരു അനുകൂലമായ മറുപടി ഉണ്ടാകാം. ഒരു വീസ കാര്യത്തിൽ ഒരു ശുഭവർത്തമാനം ഉണ്ടാകാം. ഈ അവസരം ഒരു ദൈവദാനമാണ്. ഈ ദൈവദാനം ഒരിക്കലും കൈവിടരുത്. ഇനി ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് ഒരു ആഴമായ വാക്ക് പറയട്ടെ. ഈ ഘട്ടം മിഥുനം രാശിക്കാരുടെ ആത്മീയ ജീവിതത്തിൽ ഒരു വലിയ ഉണർവ് ഉണ്ടാക്കും. കേതു ഭഗവാൻ ഈ ഘട്ടത്തിൽ ഒരു ആത്മദർശനം ഉണ്ടാക്കുകയാണ്. ജീവിതത്തിന്റെ ആഴം, ആത്മാവിന്റെ ആഴം, ഈ ആഴം ഈ ഘട്ടത്തിൽ ഒരു ദർശനം ആകും. ഒരു ദൈവദർശനം ആകും. ഒരു ക്ഷേത്ര ദർശനം, ഒരു ദൈവധ്യാനം, ഒരു ആത്മചിന്ത, ഇവ ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക ഊർജം ഉണ്ടാക്കും. ഈ ഊർജം ഒരു ആന്തരിക ദീപം കത്തിക്കും. ആ ദീപം കത്തിക്കഴിഞ്ഞ് ഒരിക്കലും അണയില്ല. ആത്മീയ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്ന മിഥുനം രാശിക്കാർ ഈ ഘട്ടത്തിൽ ഒരു ഗുരുവിനെ കാണും. ഒരു ആത്മഗുരു, ഒരു ദൈവഭക്തൻ, ഒരു ജ്ഞാനി. ഇവരിൽ ഒരാൾ ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൈവദൂതൻ ആയി കടന്നുവരും. ആ ആളിന്റെ ഒരൊറ്റ വചനം നിങ്ങളുടെ ജീവിതം മാറ്റും. ആ വചനം ഒരു ചെറിയ വചനം ആകാം. ഒരു ചെറിയ ഉപദേശം ആകാം. ഒരു ചെറിയ ആശ്വാസവചനം ആകാം. ആ വചനം ഉള്ളിൽ ആഴ്ന്ന് ഇരിക്കും. ആ വചനം ഒരു ദീർഘകാല ആത്മ ആകും. ഇനി ഒരു ഉപായ കാര്യം കൂടി ഈ ഭാഗത്ത് പറഞ്ഞു വെക്കണം. ഈ ഘട്ടത്തിൽ ഒരു ഒളിഞ്ഞ അപകടം ഉണ്ട്. ശത്രുക്കൾ ഒളിഞ്ഞ് പ്രവർത്തിക്കാം. ആരെങ്കിലും ഒരു കള്ള ഉദ്ദേശമുള്ള ആൾ നിങ്ങളോട് ഒരു ചിരിയോടെ, ഒരു സ്നേഹത്തോടെ അടുക്കാൻ ശ്രമിക്കും. ആ ആളിനെ തിരിച്ചറിയൂ. ആ ചിരിയുടെ പിറകിൽ ഒരു ഇരുട്ട് ഉണ്ട് എന്ന് ഉള്ളം നിങ്ങൾക്ക് പറഞ്ഞു തരും. ആ ഇരുട്ടിൽ നിന്ന് ദൂരം നിൽക്കൂ. ആ ആളോട് നിങ്ങളുടെ ആന്തരിക കാര്യങ്ങൾ പങ്കുവെക്കരുത്. ധനകാര്യങ്ങൾ പങ്കുവെക്കരുത്. ജീവിത തീരുമാനങ്ങൾ ആ ആളോട് ചർച്ച ചെയ്യരുത്. ഈ ജാഗ്രത ഈ ഘട്ടത്തിൽ ഒരു വലിയ സംരക്ഷണം ആകും. ഇനി ഈ ഘട്ടത്തിൽ ചെയ്യേണ്ട ഉപദേശങ്ങളെക്കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഒരു ക്ഷേത്ര ദർശനം ഈ ഘട്ടത്തിൽ ഒരു ദൈവ ഊർജം ഉണ്ടാക്കും. വിഷ്ണു ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ. ഗണപതി ഭഗവാന്റെ ക്ഷേത്രത്തിൽ ദർശനം നടത്തൂ. ഒരു ദീപം കത്തിക്കൂ. ഒരു ധ്യാനം ചെയ്യൂ. ഒരു പ്രാർത്ഥന ചൊല്ലൂ. ഒരു ദാനം ചെയ്യൂ. ഒരു ദരിദ്രനോ ഒരു ഭൂഖേദ ആൾക്കോ ഒരു ദൈവഭക്തനോ ആഹാരം ദാനം ചെയ്യൂ. ഈ ദാനം ഒരു ദൈവകർമ്മമാണ്. ഈ ദൈവകർമ്മം ഒരു ദൈവ ഊർജം ആക്കി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഹനുമാൻ ഭഗവാനോട് ഈ ഘട്ടത്തിൽ ഒരു പ്രത്യേക പ്രാർത്ഥന ചൊല്ലൂ. ശനി ഭഗവാന്റെ ദോഷം ശമിപ്പിക്കാൻ ഹനുമാൻ ഭഗവാൻ ഒരു വലിയ ശക്തിയാണ്. ഒരു ശനി ദോഷ പരിഹാര ദർശനം ഒരു ക്ഷേത്രത്തിൽ നടത്തൂ. ഒരു ശനി ദീപം കത്തിക്കൂ. ഒരു ഗോദാനം, ഒരു ഗോ ആഹാരം, ഒരു ഗോദർശനം ഈ ഘട്ടത്തിൽ ഒരു ദൈവ ഊർജം ഉണ്ടാക്കും. ഈ ഉപദേശങ്ങൾ ഒരു ബോലം ആകും എന്ന് കരുതരുത്. ഈ ഉപദേശങ്ങൾ ഒരു ദൈവക്ഷണമാണ്. ആ ക്ഷണം സ്വീകരിക്കൂ. ദൈവം നിങ്ങളെ ഒരിക്കലും ഒറ്റ ആക്കില്ല. ഒരു ഹരിതദ്രവ്യം, ഒരു ഹരിതഭോജ്യം, ഒരു ഹരിതദാനം ഈ ഘട്ടത്തിൽ ഒരു ഉത്തമ ഉപദേശമാണ്. ഹരിത നിറം ബുധ ഭഗവാന്റേതാണ്. ബുധ ഭഗവാൻ മിഥുനം രാശിയുടെ അധിപനാണ്. ഈ ഘട്ടത്തിൽ ബുധ ഭഗവാനെ സ്മരിക്കൂ. ബുധ ഭഗവാന്റെ ദൃഷ്ടി ഈ ഘട്ടത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ജ്ഞാനദീപം കത്തിക്കും. ആ ദീപം കത്തിക്കഴിഞ്ഞ് ഒരു ഇരുട്ടും ആ ജ്ഞാനത്തെ ഒടുക്കില്ല. മിഥുനം രാശിക്കാരെ, ഈ വീഡിയോ ഇവിടെ വരെ കണ്ട നിങ്ങൾക്ക് ഒരു കാര്യം പറയട്ടെ. നിങ്ങൾ ഈ വീഡിയോ ഇവിടെ വരെ കണ്ടത് യാദൃച്ഛികമല്ല. ഈ വീഡിയോ ഇവിടെ വരെ കണ്ട നിങ്ങൾ ഒരു പ്രത്യേക ആളാണ്. ഒരു പ്രത്യേക ഊർജം ഉള്ള ആളാണ്. ഒരു പ്രത്യേക യോഗം ഉള്ള ആളാണ്. ഈ ഊർജം, ഈ യോഗം ഈ ഘട്ടത്തിൽ ഒരു വലിയ ഫലം ഉണ്ടാക്കും. ആ ഫലം നിങ്ങൾ കാണും. ആ ഫലം നിങ്ങൾ അനുഭവിക്കും. ആ ഫലം നിങ്ങൾ ഓർക്കും. ഇത് ഞാൻ ഉറപ്പായും പറയുന്നു. ഇനി ഞാൻ ഒരു ആഴമായ കാര്യം നിങ്ങളോട് പങ്കുവെക്കട്ടെ. മിഥുനം രാശിക്കാർ ഈ ഭൂമിയിൽ ഒരു പ്രത്യേക ദൗത്യം ഉമായി വന്ന ആളുകളാണ്. ബുദ്ധിയും ഹൃദയവും ഒരുമിച്ചുള്ള ആളുകളാണ്. ഒരേ സമയം ചിന്തിക്കാനും അനുഭവിക്കാനും കഴിയുന്ന ആളുകളാണ്. ഈ ദ്വൈതം, ഈ ഇരട്ട ശക്തി ഈ ഘട്ടത്തിൽ ഒരു വലിയ ആയുധമാണ്. ഈ ആയുധം ഉപയോഗിക്കൂ. ബുദ്ധി ഒരു ദിശ കാണിക്കും. ഹൃദയം ഒരു ദിശ കാണിക്കും. ഈ രണ്ട് ദിശകളും ഒരുമിക്കുന്ന ഇടത്ത് ഒരു ദൈവദ്വാരമുണ്ട്. ആ ദ്വാരത്തിൽ കൂടി ഒന്ന് നടന്നു ചെല്ലൂ. ആ ദ്വാരത്തിൽ കൂടി കടന്നു ചെന്നാൽ ഒരു അദ്ഭുത ലോകം കാണും. ഈ ഘട്ടത്തിൽ ഒരു ദൂരയാത്ര ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഒരു ദൂരദേശയാത്ര, ഒരു ദൈവദർശനയാത്ര, ഒരു കുടുംബയാത്ര, ഇവ ഈ ഘട്ടത്തിൽ ഒരു ദൈവ ഊർജം ഉണ്ടാക്കും. ആ യാത്ര ഉദ്ദേശ്യം ഉള്ളതാകട്ടെ. ആ യാത്ര ഒരു ദൈവദർശനം ഉള്ളതാകട്ടെ. ആ യാത്ര ഒരു ക്ഷേത്ര ദർശനം ഉള്ളതാകട്ടെ. ആ യാത്രയിൽ ഒരു ഉൾഭ്രമം, ഒരു ഉൾദർശനം, ഒരു ദൈവ സൂചന ഉണ്ടാകും. ആ സൂചന ശ്രദ്ധിക്കൂ. ആ സൂചന ഒരു ജീവിത ദിശ ആകും. ഇനി ഒരു ദൈവചിഹ്നം കുറിച്ച് ഒരു വാക്ക് പറയട്ടെ. ഈ ഘട്ടത്തിൽ ഒരു ദിവസം ഒരു ചെറിയ ദൈവചിഹ്നം നിങ്ങൾ കാണും. ഒരു നക്ഷത്രം ഒരു ദിശയിൽ ദീർഘനേരം നിൽക്കും. ഒരു ദൈവദർശനം ഒരു സ്വപ്നത്തിൽ കാണും. ഒരു ദൈവഗന്ധം ഒരു ഒഴിഞ്ഞ നേരത്ത് അനുഭവപ്പെടും. ഒരു ദൈവശബ്ദം ഒരു ഉള്ളിൽ നിന്ന് ഒഴുകും. ഈ ചിഹ്നങ്ങൾ ഒരിക്കലും അലക്ഷ്യം ആക്കരുത്. ഈ ചിഹ്നങ്ങൾ ദൈവം നിങ്ങൾക്ക് നേരിട്ട് അയക്കുന്ന സന്ദേശങ്ങളാണ്. ആ സന്ദേശം ഒരു ദൈവക്ഷണമാണ്. ആ ക്ഷണം സ്വീകരിക്കൂ. ദൈവത്തോട് ഒരു നന്ദി പറഞ്ഞ് ആ ക്ഷണം സ്വീകരിക്കൂ. ഇനി ഒരു ഉപദേശം കൂടി.
ഈ ഘട്ടത്തിൽ ഒരു ദൈവനാമം ദിനവും ജപിക്കൂ. ഒരു ദൈവനാമജപം, ഒരു ദൈവഗാഥ, ഒരു ദൈവസ്തുതി ഇത് ദിനവും ചൊല്ലൂ. ഉദയനേരത്ത് ഒരു ദൈവധ്യാനം ചെയ്യൂ. ഒരു ദീർഘശ്വാസം ഒടുക്കൂ. ആ ശ്വാസത്തിൽ ഒരു ദൈവ ഊർജം ഒഴുകും. ആ ഊർജം ഒരു ദൈവ കവചമാകും. ആ കവചം ഒരു ദൈവ സംരക്ഷണം ആകും. ഈ സംരക്ഷണം ഒരിക്കലും ഒടുങ്ങില്ല. ഈ സംരക്ഷണം ഒരിക്കലും ക്ഷയിക്കില്ല. ദൈവനാമം ഒരു ദൈവ കവചമാണ്. ആ കവചം ദിനവും ഉടുക്കൂ. ഇനി ഒരു അടുത്ത ഉപദേശം. ഈ ഘട്ടത്തിൽ ഒരു ആൾക്ക് ഒരു ഉപകാരം ചെയ്യൂ. ഒരു ദരിദ്രനെ, ഒരു ആശ്രയമില്ലാത്ത ആളിനെ, ഒരു ദൈവഭക്തനെ, ഒരു ഗോമൃഗത്തെ, ഒരു ജീവജന്തുവിനെ ഒരു ഉപകാരം ചെയ്യൂ. ആ ഒരൊറ്റ ഉപകാരം ഒരു ദൈവകർമ്മമാണ്. ആ ദൈവകർമ്മം ഒരു ദൈവ ഊർജം ആക്കി നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ദൈവം ഒരു കണക്ക് നോക്കുന്നുണ്ട്. ആ കണക്കിൽ ഒരു ഉപകാരം ഒരിക്കലും കൊഴിഞ്ഞു പോകില്ല. ആ ഉപകാരം ഒരു ദൈവ ഓർമ്മ ആയി ദൈവകണക്കിൽ ഉണ്ടാകും. ആ ഓർമ്മ ഒരു ദൈവഫലം ആകും. ഇനി ഒരു കൂടിയുള്ള ഉപദേശം ഈ ഘട്ടത്തിൽ ചെയ്യൂ. ഒരു ഹരിത ദ്രവ്യം ദൈവത്തിന് അർപ്പിക്കൂ. ഒരു ഹരിത ഇല, ഒരു ഹരിത ഫലം, ഒരു ഹരിത പൂ ഇവ ബുധ ഭഗവാന് അർപ്പിക്കൂ. ഒരു ശ്രദ്ധ ഇടൂ. ഒരു ദൈവ ദർശനം നടത്തൂ. ഒരു ഉദ്ദിഷ്ടം ഇടൂ. ഈ ഉദ്ദിഷ്ടം ദൈവം ഒരിക്കലും അലക്ഷ്യമാക്കില്ല. ദൈവം ആ ഉദ്ദിഷ്ടം ഒരു ദൈവ ഓർമ്മ ആക്കി സ്വീകരിക്കും. ആ ഓർമ്മ ഒരു ദൈവഫലം ആകും. ആ ഫലം ഈ ഘട്ടത്തിൽ ലഭിക്കും. ഇനി ഒരു അവസാന ഉപദേശം. ഈ ഘട്ടത്തിൽ ഒരു ദൈവഗ്രന്ഥം വായിക്കൂ. ഒരു ദൈവകഥ കേൾക്കൂ. ഒരു ദൈവഗാഥ ഉള്ളിൽ ഏൽക്കൂ. ആ ഗ്രന്ഥം, ആ കഥ, ആ ഗാഥ ഒരു ദൈവ ഊർജം ഉണ്ടാക്കും. ആ ഊർജം ഒരു ദൈവദർശനമാകും. ആ ദർശനം ഒരു ദൈവ ഊർജമാകും. ആ ഊർജം ഒരു ദൈവ കവചമാകും. ആ കവചം ഒരു ദൈവ സംരക്ഷണമാകും. ഈ സംരക്ഷണം ഒരിക്കലും ഒടുങ്ങില്ല. മിഥുനം രാശിക്കാരെ, ഈ ജീവിതം ഒരു ദൈവദാനമാണ്. ഈ ജീവിതം ഒരു ദൈവയാത്ര ആണ്. ഈ യാത്രയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ ഉണ്ടായേക്കാം. ഒരുപാട് ദുഃഖങ്ങൾ ഉണ്ടായേക്കാം. ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായേക്കാം. പക്ഷേ ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. ഈ കഷ്ടപ്പാടുകൾ ഒക്കെ ഒരു ദൈവ പരീക്ഷണമാണ്. ആ പരീക്ഷണം ജയിക്കുന്ന ആൾ ഒരു ദൈവ അനുഗ്രഹം ഏൽക്കും. ആ അനുഗ്രഹം ഒരു ദൈവഫലം ആകും. ആ ഫലം ഒരു ദൈവ ആനന്ദം ആകും. നിങ്ങൾ ആ ആനന്ദം അർഹിക്കുന്നു. നിങ്ങൾ ആ അനുഗ്രഹം അർഹിക്കുന്നു. നിങ്ങൾ ആ ഫലം അർഹിക്കുന്നു. ഈ ഘട്ടം കഴിഞ്ഞ് ഒരു ദിവസം, ഒരു ദൈവ നേരത്ത്, നിങ്ങൾ ഒരു ആഴ്ച കഴിഞ്ഞ് തിരിഞ്ഞു നോക്കും. ആ നോട്ടത്തിൽ നിങ്ങൾ ഒരു ദൈവ ഓർമ്മ കാണും. ആ ഓർമ്മ ഒരു ദൈവ ആനന്ദം ആകും. ആ ആനന്ദം ഒരു ദൈവ ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ദൈവ ഊർജം ആകും. ആ ഊർജം ഒരു ദൈവ ദൗത്യം ആകും. ആ ദൗത്യം ഒരു ദൈവ ജീവിതം ആകും. ആ ജീവിതം നിറഞ്ഞു കവിഞ്ഞൊഴുകും. ആ ജീവിതം ഒരു ദൈവദർശനമാകും. ഇനി ഒരു ആഴ്ച കൂടി ഒരു ദൈവ ഊർജം ഒഴുകും. ആ ഊർജം ഈ ഘട്ടത്തിൽ ഒരു വലിയ ഫലം ഉണ്ടാക്കും. ആ ഫലം ഒരു ദൈവ ആനന്ദം ആകും. ആ ആനന്ദം ഒരു ദൈവ ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ദൈവ ഊർജം ആകും. ഈ ഊർജം ഒരിക്കലും ഒടുങ്ങില്ല. ഈ ഊർജം ഒരിക്കലും ക്ഷയിക്കില്ല. ഈ ഊർജം ഒരു ദൈവ കവചമാണ്. ആ കവചം ദൈവം നിങ്ങൾക്ക് ഈ ഘട്ടത്തിൽ ദാനം ചെയ്യുകയാണ്. ആ ദാനം സ്വീകരിക്കൂ. ആ ദൈവദാനം ഒരിക്കലും തിരസ്കരിക്കരുത്. മിഥുനം രാശിക്കാരെ, ഞാൻ ഇന്ന് നിങ്ങളോട് പറഞ്ഞ ഓരോ കാര്യവും ഒരു ദൈവ സന്ദേശമാണ്. ആ സന്ദേശം ഹൃദയത്തിൽ സ്വീകരിക്കൂ. ആ സന്ദേശം ജീവിതത്തിൽ ഉൾക്കൊള്ളൂ. ആ സന്ദേശം ഒരു ദൈവ വഴിയാണ്. ആ വഴിയിൽ നടന്നാൽ ആ വഴി നിങ്ങളെ ഒരു ദൈവ ലക്ഷ്യത്തിൽ എത്തിക്കും. ആ ലക്ഷ്യം ഒരു ദൈവ ആനന്ദമാണ്. ആ ആനന്ദം ഒരു ദൈവ സ്വർഗമാണ്. ആ സ്വർഗം ഈ ഭൂമിയിൽ തന്നെ ഉണ്ടാകും. ആ സ്വർഗം ഈ ജീവിതത്തിൽ തന്നെ ഉണ്ടാകും. ആ സ്വർഗം നിങ്ങൾ കാണും. ആ സ്വർഗം നിങ്ങൾ അനുഭവിക്കും. ഒരു കാര്യം കൂടി ഉള്ളിൽ ഇടൂ. ഈ ജീവിതത്തിൽ ഒരിക്കലും ഒറ്റ ആകരുത് എന്ന് ഭ്രമിക്കരുത്. ദൈവം ഒരിക്കലും നിങ്ങളെ ഒറ്റ ആക്കില്ല. ദൈവം ഒരിക്കലും നിങ്ങളെ വിട്ടുപോകില്ല. ദൈവം ഒരിക്കലും നിങ്ങളുടെ കണ്ണീർ കാണാതെ ഇരിക്കില്ല. ദൈവം ഒരിക്കലും നിങ്ങളുടെ കഷ്ടപ്പാട് അലക്ഷ്യം ആക്കില്ല. ദൈവം ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥന ഒഴിച്ചു കളയില്ല. ദൈവം ഒരിക്കലും നിങ്ങളുടെ ആഗ്രഹം അവഗണിക്കില്ല. ദൈവം ഒരു ദൈവ നേരത്ത്, ഒരു ദൈവഘടത്തിൽ, ഒരു ദൈവദാനം ആക്കി നിങ്ങൾക്ക് ഒക്കെ ഫലം നൽകും. ആ ഫലം ഒരു ദൈവ ആശ്വാസം ആകും. നിങ്ങൾ ഇന്ന് ഈ വീഡിയോ കണ്ടു. നിങ്ങൾ ഈ വചനങ്ങൾ ഹൃദയത്തിൽ ഏൽക്കൂ. ഈ ഘട്ടം ഒരു ദൈവ ദൗത്യമാണ്. ഈ ദൗത്യം ഒരു ദൈവ ജീവിതമാണ്. ആ ജീവിതം ഒരു ദൈവ ആനന്ദം ആകും. ആ ആനന്ദം ഒരു ദൈവ ആശ്വാസം ആകും. ആ ആശ്വാസം ഒരു ദൈവ ഊർജം ആകും. ആ ഊർജം ഒരിക്കലും ഒടുങ്ങില്ല. ഈ വചനം ഒരിക്കലും മറക്കരുത്. ഈ ദൈവ ഊർജം നിങ്ങൾക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ദൈവ വാസം നിങ്ങൾക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ദൈവസ്നേഹം നിങ്ങൾക്ക് ഒരിക്കലും ഒടുങ്ങില്ല. ഈ ദൈവസ്നേഹത്തിൽ നിങ്ങൾ ഒരു ദൈവദർശനം കാണും. ആ ദർശനം ഒരു ദൈവജ്ഞാനം ആകും. ആ ജ്ഞാനം ഒരു ദൈവ ആനന്ദം ആകും. ആ ആനന്ദത്തിൽ നിങ്ങൾ ജീവിക്കൂ. ആ ആനന്ദത്തിൽ നിങ്ങൾ ചിരിക്കൂ. ആ ആനന്ദത്തിൽ നിങ്ങൾ ഉള്ളം നിറഞ്ഞ് ഒഴുകൂ. ഇനി ഒരു ഭാവി വീഡിയോ കുറിച്ച് ഒരു സൂചന നൽകട്ടെ. അടുത്ത വീഡിയോ ഒരു വളരെ ആഴമുള്ള വിഷയം ആകും. ഒരു ഗ്രഹചലനം, ഒരു ദൈവ ഊർജം, ഒരു ദൈവദർശനം ഇവ ഒരുമിക്കുന്ന ഒരു അദ്ഭുത ഘട്ടം ആകും.
ആ ഘട്ടം മിഥുനം രാശിക്കാർക്ക് ഒരു ദൈവദൗത്യം ആകും. ആ ദൗത്യം ഒരു ദൈവജീവിതം ആകും. ആ ദൈവജീവിതം ഒരു ദൈവ ആനന്ദം ആകും. ആ ആനന്ദം ഒരിക്കലും ഒടുങ്ങില്ല. ആ വീഡിയോ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. ആ വീഡിയോ ഒരു ദൈവദർശനമാകും. ആ ദർശനം ഒരു ദൈവജ്ഞാനം ആകും. ആ ജ്ഞാനം ഒരു ദൈവ ആനന്ദം ആകും. ആ ആനന്ദം ഒരിക്കലും ഒടുങ്ങില്ല. മിഥുനം രാശിക്കാരെ, ഈ വീഡിയോ ഒരു ദൈവദൗത്യമാണ്. ഈ ദൗത്യം ഒരു ദൈവജീവിതമാണ്. ആ ജീവിതം ഒരു ദൈവ ആനന്ദം ആകും. ദൈവ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവ ഊർജം നിങ്ങളിൽ ഒഴുകട്ടെ. ദൈവസ്നേഹം നിങ്ങളെ ചൂഴ്ന്നു നിൽക്കട്ടെ. ദൈവദർശനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവജ്ഞാനം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവ ആനന്ദം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ദൈവ ആശ്വാസം നിങ്ങൾക്ക് ലഭിക്കട്ടെ. ഈ ദൈവ ആശ്വാസത്തിൽ, ഈ ദൈവ ഊർജത്തിൽ, ഈ ദൈവസ്നേഹത്തിൽ നിങ്ങൾ സദാ ജീവിക്കൂ. നിങ്ങൾക്ക് ഒരു ദൈവ ആശ്വാസം ലഭിക്കട്ടെ. ഒരു ദൈവ ഊർജം ലഭിക്കട്ടെ. ഒരു ദൈവ ആനന്ദം ലഭിക്കട്ടെ. ഈ ദൈവ ആശ്വാസം, ഈ ദൈവ ഊർജം, ഈ ദൈവ ആനന്ദം നിങ്ങൾക്ക് ഒരിക്കലും ഒടുങ്ങാതിരിക്കട്ടെ. ഒരിക്കലും ക്ഷയിക്കാതിരിക്കട്ടെ. ദൈവ ആശ്വാസം സദാ നിങ്ങളിൽ ഉണ്ടാകട്ടെ. നന്ദി.